ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ ലോ ക്ലാസ്സസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വിൻ എ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BNS ആൻഡ് IPCയുടെ രണ്ടാമത്തെ MCQ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഒരു 10ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിൽ സിവിൽ ജഡ്ജ് എക്സാമുകളായിക്കോട്ടെ, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എക്സാമുകളായിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന അത്തരത്തിലെ സീരിയസ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഹെൽപ്ഫുൾ ആവുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഞാൻ പറയാം. അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിനകത്ത് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു കോഴ്സ് നടത്തുന്നുണ്ട്. വളരെ സൗജന്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോഴ്സ് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പേര് ലോ ഡോക്കറ്റ് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഒരുപാട് പേര് അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ലോ ഡോക്കറ്റ് എന്നുള്ള പേരിലാണ് അത് കാണുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിൽ വരുന്ന ഓരോ ക്ലാസ്സുകളുടെയും സ്റ്റഡി നോട്ട്സ്, വളരെ നല്ല രീതിയിലുള്ള സ്റ്റഡി നോട്ട്സ് തയ്യാറാക്കിയിട്ട് PDF രൂപത്തിൽ നിങ്ങൾക്ക് ആ കോഴ്സിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അതിനകത്ത് പതുക്കെ അധികം വൈകാതെ തന്നെ കുറച്ച് ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമിലെല്ലാം നമുക്കൊരു ക്വിസ് പോലെ അറ്റൻഡ് ചെയ്യാവുന്ന തരത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ടെസ്റ്റ് സീരീസുകളും അതിനകത്ത് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ APP പോലെയുള്ള എക്സാമുകൾക്ക്, സിവിൽ ജഡ്ജിൻ്റെ ഒക്കെ എക്സാമുകൾക്കുള്ള കോഴ്സുകൾ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്ലാസ്സുകളുടെ ഡെമോ ക്ലാസ്സസ് എല്ലാം ഈ യൂട്യൂബ് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നോട്ടുകളും ഇപ്പോൾ ഓൾറെഡി ലോ ഡോക്കറ്റ് എന്ന് പറയുന്ന ആ കോഴ്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അതൊരു കോഴ്സ് അല്ല, അതൊരു ഡോക്കറ്റ് തന്നെയാണ്. കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ പോയിന്റ്സ് എല്ലാം വരുന്ന, നിങ്ങൾക്ക് എന്തുകൊണ്ടും ഹെൽപ്ഫുൾ ആവുന്ന ഒരു മെറ്റീരിയൽ ഏരിയ ആണ് ലോ ഡോക്കറ്റ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അഡ്ഹോക്ക് ലേണിംഗ് ആപ്പിലൂടെ അത് സൗജന്യമായിട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. ഒരു സൈഡിൽ 4 കേസ് ലോസ് തന്നിട്ടുണ്ട്, മറ്റു സൈഡിലെ 4ഓളം പോയിന്റുകൾ. ഇതെന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ആദ്യത്തെ കേസ് ലോ മെഹബൂബ് ഷാ വേഴ്സസ് എംപറർ എന്ന് പറയുന്നത് മെൻസറിയുമായി ബന്ധപ്പെട്ടതാണോ, ഇൻടോക്സിക്കേഷനുമായി ബന്ധപ്പെട്ടതാണോ, കോമൺ ഇൻറ്റൻഷനുമായി ബന്ധപ്പെട്ടതാണോ, നെസസിറ്റിയുമായി ബന്ധപ്പെട്ടതാണോ? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ബി, സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു കേസ് ലോ ആണ്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ വേഴ്സസ് ബേർഡ് എന്ന 1920 കേസ് ലോ, അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? RV ഡ്യൂഡ്ലി വേഴ്സസ് സ്റ്റീഫൻസ് എന്ന് പറയുന്ന 1884 കേസ് ലോ, അത് ഇതിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? പഠിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, കണക്ട് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ആൻസറിലേക്ക് കടക്കുകയാണെങ്കിൽ അത് മാച്ച് ചെയ്യാനാണ് പോകുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കേസ് ലോസ് ആണ്. ആദ്യത്തെ മെഹബൂബ് ഷാ വേഴ്സസ് എംപറർ എന്ന് പറയുന്നത് 1925 കേസ് ലോ ആണ്. അത് കോമൺ ഇൻറ്റൻഷനുമായി ബന്ധപ്പെട്ടതാണ്. IPC സെക്ഷൻ 34 അഥവാ BNSനകത്തേക്ക് വരുമ്പോൾ സെക്ഷൻ 3 Clause 5മായി ബന്ധപ്പെട്ടിട്ടുള്ള കോമൺ ഇൻറ്റൻഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കേസ് ലോയാണ് മെഹബൂബ് ഷാ വേഴ്സസ് എംപറർ എന്ന് പറയുന്നത്. സോ അത് കോമൺ ഇൻറ്റൻഷനോട് നമുക്ക് മാച്ച് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കേസ് ലോസും നമ്മൾ നമ്മുടെ APPയുടെ ക്ലാസ്സുകൾ, സിവിൽ ജഡ്ജിൻ്റെ ക്ലാസ്സുകളിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്ലിംസ് എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുന്നതായതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവറി കേസ് ലോസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാത്തത്. സോ എന്നാലും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള എന്താണ് എന്നുള്ളത് നമുക്ക് ഈ സ്ലൈഡിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ് എന്ന് പറയുന്ന കേസ് മെൻസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം കോമൺ മാക്സിമം എന്ന് പറയുന്നത് ആക്ടസ് നോൺ ഫാസ്റ്റുട്രിയം നിസി മെൻസ്ട്രിയ എന്നുള്ളതാണ് അല്ലേ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ മെൻസ്ട്രിയയ്ക്ക് എക്സെപ്ഷൻസ് വന്നേക്കാം അല്ലേ. ചില സ്റ്റാറ്റ്യൂട്ടറി ഒഫൻസുകൾക്കകത്ത് മെൻസ്ട്രിയ വേണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെക്കുറിച്ച്, മെൻസ്ട്രിയയുടെ എക്സെപ്ഷനെ കുറിച്ച് പറയുന്ന ഒരു കേസ് ലോയാണ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ് എന്നുള്ള 1965 കേസ് ലോ. നെക്സ്റ്റ് ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻസ് വേഴ്സസ് ബിയർഡ് 1920 കേസ് ലോയാണ്. ഇത് ഇൻടോക്സിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇൻടോക്സിക്കേഷനെ തന്നെ ഈ ഇൻടോക്സിക്കേഷനും ഇൻറ്റൻറ്റുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് അല്ലേ. നമുക്കറിയാം ജനറൽ എക്സെപ്ഷനകത്ത് ഇൻടോക്സിക്കേഷൻ വരുന്ന സമയത്ത് ഇൻറ്റൻഷൻ, മെൻസ്രിയയുടെ ലാക്ക് എന്താണെന്നുള്ളതാണ് നമ്മളവിടെ പ്രൂവ് ചെയ്യാൻ ഡിഫൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ അവിടെ സ്പെസിഫിക് ഇൻറ്റൻറ്റിനെ കുറിച്ചും ബേസിക് ഇൻറ്റൻറ്റിനെ കുറിച്ചും ഇൻടോക്സിക്കേഷൻ്റെ ടൈമിൽ എങ്ങനെയായിരിക്കുമെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് ലോയാണ് ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻസ് വേഴ്സസ് ബിയർഡ് എന്ന് പറയുന്ന 1920 കേസ് ലോ. മറ്റൊന്ന് R വേഴ്സസ് ഡ്യൂഡ്ലി ആൻഡ് സ്റ്റീഫൻസൺ എന്ന് പറയുന്ന 1884 കേസ് ലോയാണ്. അത് നെസസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ജനറൽ എക്സെപ്ഷൻസുമായി ബന്ധപ്പെട്ടതാണ്, കോമൺ ഇൻറ്റൻഷൻ ഒഴികെ. ബാക്കിയെല്ലാം ഈ മെൻസ്രിയ, സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ് ആണെങ്കിലും മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റുമായി കണക്റ്റഡും ആണ്. ജനറൽ എക്സെപ്ഷൻ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിലെ മെൻസ്രിയുമായി ബന്ധപ്പെട്ട്, മിസ്റ്റേക്ക് ഓഫ് ലോയിലെ അതുപോലെ തന്നെ മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറയുന്നത് നമുക്ക് ഇഗ്നോറൻഷ്യ, ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ് എന്ന് പറയുന്ന മാക്സിമം ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ലോ ആണ് ഇത് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ. ഓരോ കേസ് ലോയും എന്തുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു എന്ന് നമ്മൾ നോക്കി. നെക്സ്റ്റ് മറ്റൊരു കേസ് ലോയെ കുറിച്ചാണ് ചോദിക്കുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് കേസ് ബിഫോർ ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ വേർ ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് ഡെത്ത് പെനാൽറ്റി വാസ് ചാലഞ്ച്ഡ്?
അപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് അഥവാ ഡെത്ത് പെനാൾട്ടി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14-ന്റെയും ആർട്ടിക്കിൾ 21-ന്റെയും ആർട്ടിക്കിൾ 19-ന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ പല വിധത്തിൽ പല തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പല കോടതികൾക്കകത്ത് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് സുപ്രീം കോടതിയിൽ വരുന്ന ആദ്യത്തെ കേസ് ലോ ഏതാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. ഇതിന്റെ ക്രോണോളജി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ജഗ്മോഹൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP ആണ് അതിലെ ആദ്യത്തെ കേസ് ലോ. ഇതെല്ലാം ഈ 4 കേസുകളും ഈ ഡെത്ത് പെനാൽറ്റിയെ ചലഞ്ച് ചെയ്തിട്ടുള്ള കേസ് ലോസ് തന്നെയാണ്. അപ്പോൾ അതിലെ ജഗ്മോഹൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ് എന്നുള്ളതാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണലി എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഡസ് നോട്ട് വയലേറ്റ് ആർട്ടിക്കിൾ 21, 19, 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു കേസ് ലോ ആണ് കേട്ടോ. അതേപോലെ തന്നെ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കേസ് ലോസിൻ്റെയും കാര്യങ്ങൾ നമ്മൾ സ്ലൈഡുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി പൊക്കോളൂ. ഇതിനകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള കേസ് ലോ തന്നെയാണ് രാജേന്ദ്ര പ്രസാദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. നമുക്കറിയാം റയറസ്റ്റ് ഓഫ് റയർ കേസസിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഡോക്ട്രിൻ ഉണ്ട്. ആ റയറസ്റ്റ് ഓഫ് റയർ കേസസ് എന്നുള്ള ഡോക്ട്രിനിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു സീഡ് എന്ന് പറയാം. ഇറ്റ് പ്ലാന്റഡ് ദ സീഡ് ഫോർ ദ റയറസ്റ്റ് ഓഫ് റയർ ഡോക്ട്രിൻ എന്ന് വേണമെങ്കിൽ രാജേന്ദ്ര പ്രസാദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശിനെ പറയാം. പക്ഷേ ആ ഒരു റയറസ്റ്റ് ഓഫ് റയർ കേസസ് എന്ന് പറയുന്ന ഒരു ഡോക്ട്രിൻ വന്നത് ഏത് കേസ് ലോ ആണെന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആണ്. 1980-ലാണ് ഈ ഒരു കേസ് ലോ വരുന്നത്. ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഇതിലാണ് റയറസ്റ്റ് ഓഫ് റയർ കേസസ് ഡോക്ട്രിൻ ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. ദെൻ ആ ഡോക്ടറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് മാച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അതിനകത്തും എന്ത് തന്നെയാണ് ഈ പറയുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻ തന്നെയാണ് ചലഞ്ച് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ അല്ലേ? സോ ഈ സ്ലൈഡുമായി ബന്ധപ്പെട്ട നോട്ടെല്ലാം നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്? ഞാൻ ആദ്യം പറഞ്ഞ ലോ ഡോക്കറ്റ് എന്ന് പറയുന്ന ആ കോഴ്സിനകത്ത് അഡ്വൊക്കേറ്റ് ലേണിംഗ് ആപ്പിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ദെൻ മറ്റൊരു കേസ് ലോയെ കുറിച്ചാണ് ചോദിക്കുന്നത്. വെൻ ദ ആക്ട് ഇൻ ഇറ്റ് സെൽഫ് ഈസ് റോങ്ഫുൾ, ദ ഡിഫൻസ് ഓഫ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് കനോട്ട് ബി അവെയിൽഡ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ആ ആക്ട് ഇറ്റ് സെൽഫ് റോങ്ഫുൾ ആണ് എങ്കിൽ ദെൻ ദ ഡിഫൻസ് ഓഫ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് കനോട്ട് ബി അവെയിൽഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് കേസ് ഏതാണ് എന്ന് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആർ വേഴ്സസ് പ്രിൻസ് എന്ന് പറയുന്ന കേസാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള കേസ് ലോ ആണ്. ആർ വേഴ്സസ് പ്രിൻസ് എന്ന് പറയുന്ന കേസാണ് സ്ട്രിക്ട് ലയബിലിറ്റി ഡോക്ട്രിൻ എന്നുള്ള രീതിയിൽ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിനകത്തേക്ക് കൊണ്ടുവന്നത്. ആർ വേഴ്സസ് പ്രിൻസ് ആണ്. ഇറ്റ്സ് എ ഫൗണ്ടേഷണൽ കേസ് ഫോർ ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രിക്ട് ലയബിലിറ്റി ഇൻ ക്രിമിനൽ ലോ. ഇറ്റ് ക്രിയേറ്റഡ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് for some statutory offences designed to protect the public, a defendant can be convicted without proof of guilty mind. ഗിൽറ്റി മൈൻഡിൻ്റെ പ്രൂഫ് ഇല്ലാതെ കുറച്ച് മുമ്പ് പറഞ്ഞ മെൻസുറിയയുടെ എക്സെപ്ഷൻ എന്നുള്ള രീതിയിൽ സ്റ്റാറ്റ്യൂട്ടറി ഒഫൻസുകളിൽ സ്ട്രിക്ട് ലയബിലിറ്റി കൊടുക്കാം എന്ന് പറഞ്ഞ ഒരു കേസിലാണ്. ഈവൻ ഇഫ് ദേ മേഡ് എ റീസണബിൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഉണ്ടെങ്കിൽ പോലും അതിന് ഡിഫൻസ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കേസിലാണ് ആർ വേഴ്സസ് പ്രിൻസ്. പിന്നെ മറ്റൊന്ന് BNS വന്നപ്പോൾ സെക്ഷൻ 4-നകത്ത് നമുക്ക് പണിഷ്മെൻറ്റുകൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പണിഷ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റനാണ്, ഹൗ മെനി കൈൻഡ്സ് ഓഫ് പണിഷ്മെൻറ്റ്സ് ആർ പ്രൊവൈഡഡ് ഇൻ സെക്ഷൻ 4 ഓഫ് BNS-നകത്ത് സെക്ഷൻ 4-ൽ എത്ര ടൈപ്പ് ഓഫ് ഈ പണിഷ്മെൻറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. എത്ര ടൈപ്പാണ്? നമുക്കറിയാം 6 ടൈപ്സ് ആണ്. എത്രയാണ്? 6 ടൈപ്പ് ഓഫ് പണിഷ്മെൻറ്റ്സ് ആണ്. ഏതെല്ലാമാണ് പറയുന്നത് സെക്ഷൻ 4-നകത്ത്? ഒന്ന് ഡെത്ത് പെനാൽറ്റി, ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ല 1. 2 ഇംപ്രസൺമെന്റ് ഫോർ ലൈഫ്, 2 ഇംപ്രസൺമെന്റ് ഫോർ ലൈഫ്. 3 ഇംപ്രസൺമെന്റ് തന്നെ ഒരു ടേമിൽ, പെർട്ടിക്കുലർ ടേമിലേക്ക് അല്ലേ, വിച്ച് ഈസ് ഓഫ് 2 ഡിസ്ക്രിപ്ഷൻസ്. 2 ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നമുക്ക് കാണാം പല പ്രൊവിഷൻസിനകത്ത്. റിഗ്രസ് ഇംപ്രസൺമെന്റ് എന്ന് പറയാം, ചിലപ്പോൾ സിമ്പിൾ ഇംപ്രസൺമെന്റ് എന്ന് പറയാം, ചിലപ്പോൾ ഏതർ ഡിസ്ക്രിപ്ഷൻ, എനി ഡിസ്ക്രിപ്ഷൻ എന്നെല്ലാം ചിലപ്പോൾ നമ്മുടെ പ്രൊവിഷനകത്ത് കണ്ടേക്കാം. അപ്പോൾ സിമ്പിൾ ആവാം, റിഗ്രസും ആവാം, ഏത് വേണമെങ്കിലും ആവാം, കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് അല്ലേ. സോ ഇംപ്രസൺമെന്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് 2 ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒന്ന് റിഗ്രസ് ഇംപ്രസൺമെന്റ് ആണ്, വിത്ത് ഹാർഡ് ലേബറോട് കൂടിയിട്ടുള്ളതാണ് റിഗ്രസ് ഇംപ്രസൺമെന്റ്. മറ്റൊന്ന് സിമ്പിൾ ഇംപ്രസൺമെന്റ്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഒറ്റ കാറ്റഗറൈസേഷൻ ആണ് ഇംപ്രസൺമെന്റ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഡെത്ത് പെനാൽറ്റി, അതുപോലെ തന്നെ ഇംപ്രസൺമെന്റ് ഫോർ ലൈഫ്, ഇംപ്രസൺമെന്റ്, ദെൻ ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, ദെൻ ഫൈൻ, പിന്നെ ഒന്ന് കമ്മ്യൂണിറ്റി സർവീസ്. വളരെ BNS-ൽ വന്ന പുതിയൊരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് പണിഷ്മെന്റ് ആണ് കമ്മ്യൂണിറ്റി സർവീസ്. അപ്പോൾ 6 ടൈപ്പ് ഓഫ് എന്തുണ്ട് പണിഷ്മെന്റുകൾ ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ. ഇനി നെക്സ്റ്റ് ഒന്ന്, ഇൻ വിച്ച് കേസ് ഫോളോയിങ് കേസ് ദ വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റ് വാസ് പ്രൊപ്പൗണ്ടഡ്. സോ വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻസാനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ ക്ലാസ് എടുത്തതിനകത്ത് എനിക്ക് തോന്നുന്നു APPയുടെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. അത് എടുത്തതിൻ്റെ ഒരു ഡെമോ ക്ലാസ് നമ്മുടെ ഈ പറയുന്ന ലോ ഡോക്കറ്റിനകത്ത് അവൈലബിൾ ആണ്. ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് അവൈലബിൾ ആണ്. നോട്ട് അവിടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വായിക്കാമെന്നുള്ളൂ. ഒരുപാട് ടെസ്റ്റുകളുണ്ട്, ഇൻസാനിറ്റി ടെസ്റ്റുകൾ. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ് വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്.
അത് ഏത് കേസിലാണ്? ഹാഡ്ഫീൽഡ്സ് കേസിലാണോ, ബൗളേഴ്സ് കേസിലാണോ, ഫെറേഴ്സ് കേസിലാണോ, ആർ വേഴ്സസ് അർണോൾഡിലാണോ, ഏതിനാണ് ഈ ഒരു എടുത്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ആർ വേഴ്സസ് അർണോൾഡ് എന്ന് പറയുന്ന കേസിലാണ് ഈ വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റ് എന്നുള്ളത് ഇൻസാനിറ്റിക്കകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. എന്താണ് ഈ ഇൻസാനിറ്റി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെക്സ് വേഴ്സസ് അർണോൾഡ് ആണ്. ഫുൾ നെയിം 1724 കേസ് ലോ ആണ്. അതായത് ഒരു ആള് ഇൻസൈൻ ആണ് അല്ലെങ്കിൽ ഇൻസാനിറ്റി ഉണ്ട് എന്ന് കോടതിക്ക് പറയണമെങ്കിൽ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ആ അക്യൂസ്ഡ് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ആൾക്ക് പൂർണ്ണമായിട്ടും ഇൻസൈൻ ആണ്. അതായത് ഒരു ആ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് അറിയാനുള്ള യാതൊരു ബോധവും ഇല്ലാതെ, ആൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാതെ, അത്രയും രീതിയിൽ അതിനെക്കുറിച്ചൊരു ബോധവും ഇല്ലാതെ, ഒരു മെമ്മറി ഇല്ലാതെ, അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ, അൺഅവെയർ ആയിക്കൊണ്ടുള്ള ആക്ഷൻസ് ആൾ ചെയ്യുകയാണ് എങ്കിൽ ലൈക്ക് എ വൈൽഡ് ബീസ്റ്റ് അല്ലെ, ഒരു വൈൽഡ് ബീസ്റ്റിനെ പോലെയാണ് അദ്ദേഹം ആ സമയത്ത് ഈ ഒരു ക്രൈം നടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത് എങ്കിൽ അതിൽ നിന്നും നമുക്ക് വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റ് പാസ്സായതായിട്ട് കൺസിഡർ ചെയ്യുകയും ഇൻസാനിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. സോ അതാണ് വൈൽഡ് ബീസ്റ്റ് ടെസ്റ്റ്. ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഇൻസാനിറ്റിയുമായി ബന്ധപ്പെട്ട്. ഇത് അതിനകത്തുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. മക്നോട്ടൻ റൂൾ, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഓക്കെ, ദെൻ മറ്റൊരു മാക്സിമാണ് നോൺ കോമ്പോസ് മെൻഡിസ് മീൻസ്. എന്താണ് മീനിങ്? നോൺ കോമ്പോസ് മെൻഡിസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ചൈൽഡ് ഓഫ് 10 years ആണോ, നോട്ട് കോപ്പറേറ്റീവ് ആണോ, നോട്ട് ഓഫ് സൗണ്ട് മൈൻഡ് ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? ആൻസർ ഈസ് നോട്ട് ഓഫ് സൗണ്ട് മൈൻഡ് എന്നുള്ളതാണ് നോൺ കോമ്പോസ് മെൻഡിസ് എന്നുള്ള വേർഡിൻ്റെ ആ ഒരു മാക്സിമിൻ്റെ മീനിങ്. നോട്ട് ഓഫ് സൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ മെൻ്റലി ഇൻകേപ്പബിൾ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ലീഗൽ ടേം യൂസ് ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ ഹു ഈസ് അണേബിൾ ടു മാനേജ് ദെയർ ഓൺ അഫയേഴ്സ് ഡ്യൂ ടു ഇൻസാനിറ്റി, മെൻ്റൽ ഇൽനെസ് ഓർ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഇതിപ്പോൾ എന്താ ഇൻസാനിറ്റിയെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ ഇൻടോക്സിക്കേഷനെ കുറിച്ച് തന്നെ ജനറൽ എക്സെപ്ഷനെ കുറിച്ചാണല്ലോ കൂടുതലും പറയുന്നത്. നമ്മുടെ BNS ആ ഒരു ഓർഡറിലാണ് വരുന്നത് കേട്ടോ. BNS ആ ഒരു ഓർഡറിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആ ഒരു ഏരിയയിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, ആ ഓർഡറെ നമുക്ക് നെക്സ്റ്റ് രീതിയിലേക്ക് നമുക്ക് ഒഫൻസുകളിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. യെസ്, നെക്സ്റ്റ് ഈസ് സെക്ഷൻ 8 clause 7 ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The fine or any part thereof which remains unpaid. അപ്പോൾ ഒരു കേസിനകത്ത് കൺവിക്ട് ചെയ്യുന്ന സമയത്ത് ഫൈൻ എന്ന് പറയുന്ന പണിഷ്മെൻറ്റ് കൊടുത്തു. സെക്ഷൻ 4 പ്രകാരം ഒരു ടൈപ്പ് ഓഫ് പണിഷ്മെൻ്റ് ആണ് ഫൈൻ അല്ലേ. ഫൈൻ കൊടുത്തു, ആ ഫൈൻ മുഴുവനായിട്ട് അടച്ചു തീർത്തില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ ഡിഫോൾട്ട് ഓഫ് ഫൈൻ വേണമെങ്കിൽ കോടതിക്ക് ജയിലിലേക്ക് ഇദ്ദേഹത്തിനെ അയക്കാം. അല്ലെങ്കിൽ അക്യൂസ്ഡ് ഫൈൻ അടയ്ക്കാതാവുമ്പോൾ ഇൻ ഡിഫോൾട്ടിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ജയിലിലേക്ക് അയക്കാം. പക്ഷേ ഇൻ ഡിഫോൾട്ടിൽ ജയിലിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം പിന്നെ ആ അൺപെയ്ഡ് ആയിട്ടുള്ള ഫൈൻ റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നാണോ? അല്ല, അത് ഒരു എന്താണ്, മറ്റൊരു പണിഷ്മെന്റ് മാത്രമാണ്. അതായത് ഡിഫോൾട്ട് വരുത്തി എന്നുള്ളത് കൊണ്ടാണ് ആളെ ജയിലിലേക്ക് അയക്കുന്നത്. അല്ലാതെ ജയിലിൽ കിടന്നാൽ അതിനോട് അർത്ഥം ആ ഫൈൻ ഇനി അടയ്ക്കേണ്ട എന്നുള്ളതല്ല അല്ലേ. ഫൈൻ ഈസ് റിക്കവറബിൾ അല്ലേ. അപ്പോൾ 8 clause 7 പറയുന്നത് ആ റിക്കവർ ചെയ്യാനായിട്ടൊരു പീരീഡ് പറയുന്നുണ്ട്. അത് എത്ര കാലത്തിനുള്ളിലാണ്, സെൻറ്റൻസ് പറഞ്ഞ എത്ര കാലത്തിനുള്ളിൽ നമുക്കിത് റിക്കവർ ചെയ്തെടുക്കാം? അൺപെയ്ഡ് ആയിട്ടുള്ള ഫൈൻ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ഫൈൻ അല്ലെങ്കിൽ ടോട്ടൽ ഫൈൻ എന്താണോ പേ ചെയ്യാത്തത് ആ ഫൈനിൻ്റെ എത്ര കാലത്തിനുള്ളിൽ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 years ആണ്. 6 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇത് എടുക്കണം. Then the fine or any part thereof which remains unpaid may be levied at any time within 6 years after the passing of the sentence. Clear അല്ലേ? സെൻറ്റൻസ് പാസ്സാക്കി 6 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന അൺപെയ്ഡ് എമൗണ്ട് ഫൈനുകൾ റിക്കവർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇഫ് അണ്ടർ ദ സെൻറ്റൻസ്, പക്ഷേ ആ സെൻറ്റൻസിൽ ചിലപ്പോൾ എന്തുണ്ടാവാം? ഇംപ്രസൺമെൻറ്റ് ഉണ്ടാവാം അല്ലേ. അപ്പോൾ ആ ഇംപ്രസൺമെൻറ്റ് ചിലപ്പോൾ 10 വർഷത്തേക്ക് ഉണ്ടെങ്കിലോ, 10 വർഷം വരെ ഇംപ്രസൺമെൻ്റ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. സോ 6 years എന്നുള്ള റൂള് അവിടെ അപ്ലിക്കബിൾ അല്ല. കാരണം എന്താ? പ്രൊവിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് ദ ഒഫൻഡർ ഇഫ് അണ്ടർ ദ സെൻറ്റൻസ് ദ ഒഫൻഡർ ബി ലയബിൾ ടു ഇംപ്രസൺമെൻറ്റ് ഫോർ എ ലോങ്ങർ പീരീഡ് ദാൻ 6 years. ഈ പറയുന്ന 6 yearsൽ കൂടുതൽ കാലം അവർക്ക് ഇംപ്രസൺമെൻറ്റ് സെൻറ്റൻസിൽ പറയുന്നുണ്ട് എന്ന് വിചാരിക്കാം. ആൻഡ് then at any time previous to the expiration of that period and the death of the offender does not discharge from the liability any property which would after his death be legally liable for his debt. എന്ന് മനസ്സിലായി? അതായത് ഒരു ഫൈൻ, ഒരു സെൻറ്റൻസിനകത്ത് ഫൈൻ പറഞ്ഞിട്ടുണ്ട്, ആ ഫൈൻ അടച്ചില്ല. ഫൈൻ അടച്ചില്ലെങ്കിൽ 6 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാം? അവരിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കാം, അക്യൂസിൽ നിന്നും റിക്കവർ ചെയ്തെടുക്കാം. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇദ്ദേഹത്തിന് 6 വർഷത്തിൽ കൂടുതൽ ഇംപ്രസൺമെൻറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 10 വർഷം അല്ലെങ്കിൽ ലൈഫ് ഇംപ്രസൺമെൻറ്റ്. അപ്പോൾ എന്നാണോ ആ സെൻറ്റൻസ് അവസാനിക്കുന്നത് ആ ഡേറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിക്കവറബിൾ ആണ്, റിക്കവർ ചെയ്തെടുക്കുക. അപ്പോൾ 10 വർഷം വരെ സെൻറ്റൻസ് ഉള്ള ഒരാളാണെങ്കിൽ 10 വർഷത്തിനുള്ളിൽ ആ സെൻറ്റൻസ് കഴിയുന്നതിനുള്ളിൽ എന്ത് ചെയ്താൽ മതി? റിക്കവർ ചെയ്താൽ മതി. 6 വർഷത്തിൻ്റെ റൂൾ അവിടെ അപ്ലിക്കബിൾ അല്ല. ക്ലിയർ അല്ലേ? 2 പോയിന്റ്.
മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ആ അക്യൂസ്ഡ് മരിച്ചു കഴിഞ്ഞാൽ ഫൈൻ എന്ന് പറയുന്ന ആ ഒരു റിക്കവറി ഓഫ് ഫൈൻ എന്ന് പറയുന്നത് ഇല്ലാണ്ടാവുന്നുണ്ടോ? ഇല്ല, അപ്പോഴും ലൈബിൾ ആണ്, അവരുടെ പ്രോപ്പർട്ടിയിൽ ലൈബിൾ ആണ്. അതാണ് ലാസ്റ്റ് പറയുന്ന പോയിന്റ്. ആൻഡ് ദ ഡെത്ത് ഓഫ് ദ ഒഫൻഡർ ഡസ് നോട്ട് ഡിസ്ചാർജ് ഫ്രം ദ ലൈബിലിറ്റി എനി പ്രോപ്പർട്ടി വിച്ച് വുഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത് ബി ലീഗലി ലൈബിൾ ഫോർ ഹിസ് ഡെറ്റ്. ക്ലിയർ അല്ലേ? അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും എന്ത് ചെയ്യാം, ഈ പറയുന്ന ഫൈൻ റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇസ് ദ ടേം ഒമിഷൻ അണ്ടർ BNS ഡിനോട്ട്സ്. എന്താണ് ഇതിന്റെ മീനിങ്? നമ്മുടെ ലീഗൽ അസിസ്റ്റന്റിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഒമിഷന്റെ മീനിങ്, വേർഡ് മീനിങ് എന്താണ്? അത് ഡെഫിനിഷൻ ക്ലോസിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. എ സീരീസ് ഓഫ് ഒമിഷൻസ് ആസ് എ സിംഗിൾ ഒമിഷൻ. എ സീരീസ് ഓഫ് ഒമിഷൻസ്. സോ ഇതാണ് സെക്ഷൻ 2(25) പറയുന്നത് ഒമിഷൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ. BNSനകത്ത് സെക്ഷൻ 2(25) പറയുന്നു ഒമിഷൻ ഡിനോട്ട്സ് ആസ് വെൽ ആസ് എ സീരീസ് ഓഫ് ഒമിഷൻസ് ആസ് എ സിംഗിൾ ഒമിഷൻ. ആ ഒരു വേർഡ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. സെക്ഷൻ 2(25) BNSൽ ഒമിഷന്റെ ഡെഫിനിഷൻ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ 9th ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ ഒഫൻസ് ഈസ് പണിഷബിൾ വിത്ത് ഫൈൻ ഓർ കമ്മ്യൂണിറ്റി സർവീസ്. ഫൈനോ കമ്മ്യൂണിറ്റി സർവീസോ അത്തരമുള്ള ഒരു ഒഫൻസ് ആണെന്ന് വിചാരിക്കുക. ആ ഒഫൻസിനകത്ത് ഇംപ്രസൺമെന്റ് ഒന്നും പറയുന്നില്ല, മറ്റ് കൈൻഡ് ഓഫ് പണിഷ്മെന്റുകൾ പറയുന്നില്ല. 6 കൈൻഡ് ഓഫ് പണിഷ്മെന്റുകൾ നമ്മൾ പഠിച്ചല്ലോ, അതിൽ മറ്റുള്ള പണിഷ്മെന്റുകളൊന്നും പറയുന്നില്ല എന്ന് വിചാരിക്കുക. ദ ഇംപ്രസൺമെന്റ് വിച്ച് ദ കോർട്ട് ഇമ്പോസ് ഇൻ ഡിഫോൾട്ട് ഓഫ് പേയ്മെന്റ് ഓഫ് ഫൈൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫൈൻ ആണെങ്കിൽ പോലും ഇൻ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവാം? ഇൻ ഡിഫോൾട്ട് ഓഫ് ഫൈൻ ജയിലിലേക്ക് അയച്ചേക്കാം. വേറെ ഇംപ്രസൺമെന്റ് ഇല്ലെങ്കിലും ഇത് അടയ്ക്കാത്തത് കൊണ്ട് മാത്രം ജയിലിലേക്ക് വേണമെങ്കിൽ അയച്ചേക്കാം. ഓർ ഇൻ ഡിഫോൾട്ട് ഓഫ് കമ്മ്യൂണിറ്റി സർവീസ് ഷോൾ നോട്ട് എക്സീഡ്. പക്ഷെ അങ്ങനെ അയക്കുന്ന സമയത്ത് ഫൈനോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസോ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അതിൽ ഫൈൻ അടയ്ക്കാതിരിക്കുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസിന് പോകാതിരിക്കുന്നു. അങ്ങനെ ആകുമ്പോൾ അതിന് ഡിഫോൾട്ടിന് എന്ത് ചെയ്യാം? ജയിലിലേക്ക് അയക്കാം. പക്ഷെ ജയിലിലേക്ക് അയക്കണമെങ്കിൽ എത്ര കാലം വരെയാണ് മാക്സിമം ജയിലിൽ അങ്ങനെ ഡിഫോൾട്ടിൽ കിടത്താൻ പറ്റുക എന്നുള്ളത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ട് പറയുന്നു. നോക്കൂ, 2 months വെൻ ദ എമൗണ്ട് ഓഫ്. അപ്പോൾ ഓപ്ഷൻസ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ എത്ര കാലം കിടത്താം എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻസ് വന്നിരിക്കുന്നു. ഒന്ന്, 2 months വെൻ ദ എമൗണ്ട് ഓഫ് ദ ഫൈൻ ഡസ് നോട്ട് എക്സീഡ് 5,000 rupees. ആ ഫൈൻ്റെ എമൗണ്ട് 5,000 രൂപയിൽ കൂടിയിട്ടില്ല എങ്കിൽ 2 മാസം വരെ ഇൻ ഡിഫോൾട്ടിൽ കിടത്താൻ പാടുള്ളൂ. ഇനി 5,000-ൽ കൂടി കഴിഞ്ഞാൽ 5,000 മുകളിൽ പോയി ബട്ട് നോട്ട് എക്സീഡ് 10,000 rupees ആണെങ്കിൽ 4 months വരെ എന്ത് ചെയ്യാം? ഇൻ ഡിഫോൾട്ടിൽ കിടത്താം എന്ന് പറയുന്നുണ്ടോ? ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെ 1 year ഇൻ എനി അതർ കേസ്. ഇത് രണ്ടും അല്ലാത്ത കേസിനകത്ത് 1 year വരെ കിടത്താം എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ട് പറയുന്നുണ്ടോ ഇല്ലയോ? ഇനി ഇത് മൂന്നും കറക്റ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഓൾ ഓഫ് ദ എബോവ്. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബോവ്. ഓൾ ഓഫ് ദ എബോവ് ആണ്. അപ്പോൾ നമ്മുടെ ഞാൻ ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഇത്രേ ഉള്ളൂ. 5,000 രൂപയിൽ താഴെയാണ് ഫൈനെങ്കിൽ 2 മാസം വരെ ഇൻ ഡിഫോൾട്ട് ഫൈൻ വേണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ജയിലിൽ കിടക്കേണ്ടി വരും. ഈ 5,000 രൂപ മുതൽ 10,000 രൂപ വരെ ഫൈനാണ്, അതിനെയാണ് ഇൻ ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ളെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? 4 മാസം വരെ ജയിലിൽ വേണമെങ്കിൽ കിടത്താം അല്ലേ. ദെൻ അതിൻ്റെ മറ്റെല്ലാ കേസുകളും കമ്മ്യൂണിറ്റി സർവീസ് പോലുള്ള മറ്റതർ കേസസിനകത്ത് 1 year വരെ എന്ത് ചെയ്യാം? ജയിലിൽ കിടത്താം. പക്ഷേ ഈ ഫൈൻ്റെ കേസിൽ തന്നെ അൺപെയ്ഡ് എമൗണ്ടിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കിടക്കേണ്ടതുള്ളൂ എന്നൊക്കെ പറയുന്ന റൂളുണ്ട്. അത് അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്രൊവിഷൻ എടുത്ത് വായിച്ചു നോക്കിയാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ക്ലാസ്സുകൾക്കകത്തെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്താ 10th ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ഒഫൻഡർ ഈസ് സെന്റൻസ്ഡ് ടു എൻ ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം എക്സീഡിങ് 1 year. 1 വർഷത്തിൽ കൂടുതലുള്ള ടൈമിലേക്ക് എന്ത് ചെയ്യുന്നു? ഇംപ്രിസൺമെന്റ് സെന്റൻസ് ചെയ്തു. ദ ടേം ഓഫ് സോളിറ്ററി കൺഫൈൻമെന്റ് ഷാൾ നോട്ട് എക്സീഡ്. അപ്പോൾ സോളിറ്ററി കൺഫൈൻമെന്റിനെ കുറിച്ചും BNSനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 1 yearൽ കൂടുതലുള്ള ഒരു ടൈമിലേക്ക് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം എക്സീഡിങ് 1 year ആണെങ്കിൽ സോളിറ്ററി കൺഫൈൻമെന്റ് എത്ര കാലം വരെ ആവാം? 1 month ആണോ? 2 months ആണോ? 3 months ആണോ? അതോ ലിമിറ്റ്ലെസ് ആണോ? സോ ദ സ്റ്റാറ്റ്യൂട്ട് പറയുന്നത് ഇത്രയാണ്, 3 months ആണ്. സെക്ഷൻ 11 പറയുന്നു സോളിറ്ററി കൺഫൈൻമെന്റിനെ കുറിച്ച്. സെക്ഷൻ 11 പറയുന്നുണ്ട് എ ടൈം നോട്ട് എക്സീഡിങ് 1 month ഇഫ് ദ ടേം ഓഫ് ഇംപ്രിസൺമെന്റ് ഷോൾ നോട്ട് എക്സീഡ് 6 months. 6 മാസത്തിൽ കൂടാത്ത അല്ലെ ഇംപ്രിസൺമെന്റ് ഷോൾ നോട്ട് എക്സീഡ് 6 months. 6 മാസത്തിൽ കൂടാത്ത പണിഷ്മെന്റ് ആണ്, ഇംപ്രിസൺമെന്റ് ആണ് സെന്റൻസ് ചെയ്തെങ്കിൽ അവിടെ സോളിറ്ററി കൺഫൈൻമെന്റ് മാക്സിമം എത്രയേ പാടുള്ളൂ? 1 month പാടുള്ളൂ. എന്നാൽ 6 മാസത്തിൽ കൂടുതൽ ഷോൾ എക്സീഡ് 6 months ആൻഡ് ഷോൾ നോട്ട് എക്സീഡ് 1 year. 1 year വരെയാണെന്ന് വിചാരിക്കുക. 6 മാസം മുതൽ 1 വർഷം വരെയുള്ള പണിഷ്മെന്റ് ആണ് എങ്കിൽ, ഇംപ്രിസൺമെന്റ് ആണ് സെന്റൻസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ സോളിറ്ററി കൺഫൈൻമെന്റ് മാക്സിമം കൊടുക്കാവുന്നത് 2 മാസമാണ്, 2 months ആണ്. ഇനി എ ടൈം നോട്ട് എക്സീഡിങ് 3 months ഇഫ് ദ ടേം ഓഫ് ഇംപ്രിസൺമെന്റ് ഷോൾ എക്സീഡ് 1 year. 1 yearൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും പിന്നെ അത് എത്ര വർഷം ആയിക്കോട്ടെ സോളിറ്ററി കൺഫൈൻമെന്റ് മാക്സിമം കൊടുക്കാൻ പറ്റാവുന്ന എത്രയാണ്? 3 months ആണ്. പിന്നെ അറ്റ് എ ടൈം എത്ര കൊടുക്കാം? ഒരു സോളിറ്ററി കൺഫൈൻമെന്റ് കൊടുത്താൽ മറ്റൊരു സോളിറ്ററി കൺഫൈൻമെന്റ് ഇടയിലുള്ള ഗ്യാപ്പ് എത്ര വേണം? അങ്ങനെയുള്ള റൂൾസ് എല്ലാം ഈ സെക്ഷനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സെക്ഷൻ ബെയറാക്റ്റിൽ എടുത്ത് അയച്ച് ഡിസ്കസ് ചെയ്ത് നോക്കുക കേട്ടോ. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച 10ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് അവതരിപ്പിക്കുക, അതൊന്ന് ഡിസ്കസ് ചെയ്യുക.
അതിൽ നിങ്ങൾക്ക് കുറച്ച് എൻലൈറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലൂടെ നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഹാപ്പിനെസ് നമുക്ക് തരുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. താങ്ക് യു.